നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് രാഹുൽ ഈശ്വറിനെ മൊഴിയെടുക്കാൻ വേണ്ടി വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ എവിടെയെന്നുള്ള അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. കാരണം തമിഴ്നാട് കടന്നോ കർണാടക കടന്നോ എന്നുള്ള ഒരു ഓട്ടത്തിലാണ് പോലീസ്. തമിഴ്നാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു ചുവന്ന പോളോ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. ശരിക്കും ചോദിക്കാനുള്ള, രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമോ? ഇതിൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നറിയാം. ഒരു ദിവസം കൂടി നമുക്ക് കാത്തിരിക്കാം. പക്ഷേ പിടികൊടുക്കരുത് എന്ന് രാഹുലിനെ ഉപദേശിക്കുന്ന അഭിഭാഷകർ, രാഹുലിൻ്റെ സുഹൃത്തുക്കൾ, പിടികൊടുത്താൽ അത് വലിയ വീഴ്ചയിൽ ചെന്ന് അവസാനിക്കുമെന്ന് രാഹുലിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ഈ പണ്ടൊക്കെ അഭിഭാഷകർ പറയും, ഏതെങ്കിലും പീഡന കേസിൽ പ്രതികളാകുന്നവരോട് പറയും, നിങ്ങളൊരു 2-3 ദിവസത്തേക്ക് ഒരു കാരണവശാലും പിടികൊടുക്കരുത് എന്ന്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പീഡനം നടന്ന് പെട്ടെന്ന് തന്നെ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത്, ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്താൽ ഈ പോലീസ് വാഹനത്തിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമല്ലോ. അപ്പം നോർമലി ചെയ്യുന്നത്, ഇയാളുടെ ഈ നെഞ്ചത്ത് നിന്ന് കുറച്ച് രോമങ്ങ് പറിച്ചെടുക്കും, എന്നിട്ട് അത് ഈ സ്ത്രീയുടെ വസ്ത്രത്തിലൊക്കെ കൊണ്ടുപോയിടും. അപ്പോൾ ഈ രോമം വലിയ തെളിവാണ്. അതുപോലെ തന്നെ ഈ രക്തം കുറച്ച് ശേഖരിച്ച് യുവതിയുടെ വസ്ത്രത്തിലൊക്കെ ഇടും. അപ്പോൾ അങ്ങനെ തെളിവുകൾ കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമം ഈ പണ്ടൊക്കെ ഈ പോലീസുകാർ നടത്തുമായിരുന്നു. ഇപ്പോൾ മറ്റൊരു തലത്തിൽ രാഹുലിനെ വീഴ്ത്താൻ കഴിഞ്ഞാൽ രാഹുലിനെ നിശബ്ദനാക്കാനും ഏറെക്കുറെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാനും പരിപൂർണമായി സാധിക്കും. ഇത് രാഹുലിൻ്റെ ഇല്ലായ്മ മാത്രമല്ല, കോൺഗ്രസിനെ തന്നെ ഇല്ലാതാക്കണം കേരളത്തിൽ. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യം ഈ പീഡന കേസിലുണ്ട്. അപ്പം അതുകൊണ്ട് രാഹുൽ പിടികൊടുക്കരുത് എന്ന ആഗ്രഹം കോൺഗ്രസ്സുകാർക്കൊക്കെയുണ്ട്. എന്നാൽ രാഹുൽ ഇതിൽ കുടുങ്ങിയത് നന്നായി എന്ന് കരുതുന്ന കോൺഗ്രസ് നേതാക്കൾ ഒട്ടനവധിയുണ്ട്. കാരണം ഇല്ലെങ്കിൽ അവരുടെ വിശ്വാസ്യത തന്നെ പിന്നീട് ഇതേ രാഹുൽ ഉയർന്നു വന്ന് ചോദ്യം ചെയ്തേനെ. ആദ്യം രാഹുലിനെ വളരെ നിശ്ചിതമായി വിമർശിച്ച ചില കോൺഗ്രസ് നേതാക്കളെ നമുക്കറിയാം. ആരുടെയും പേര് പറഞ്ഞില്ല എങ്കിൽ പോലും അവരൊക്കെ പിന്നീട് ഭയപ്പെട്ടു ഈ രാഹുലിൻ്റെ തിരിച്ചുവരവ്. രാഹുൽ ഒരു വല്ലാത്ത ഇനം വരവാണെന്നേ. പാലക്കാട് അങ്ങ് നിറഞ്ഞു, ഇങ്ങനെ സിനിമാ നടിക്കൊപ്പം കറങ്ങുന്ന, തോളിൽ കൈയിട്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോ. അങ്ങനെ രാഹുൽ എന്നെ അയിത്തമില്ല എന്ന് സ്ത്രീകൾ തന്നെ ഉറപ്പിക്കുന്ന, അമ്മമാരും സഹോദരിമാരൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ വല്ലാത്തൊരു രംഗം കണ്ടപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പോലും ഭയപ്പെട്ടു പോയി. അവിടെയാണ് നമ്മൾ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലെയുള്ളവരുടെ പ്രതികരണത്തിൻ്റെ വ്യാപ്തി ശ്രദ്ധിക്കേണ്ടത്. രാജ്മോഹനൊക്കെ വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തി, ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾ. അപ്പോൾ കോൺഗ്രസ് തന്നെ പതറിയതോടെ പിണറായി കാര്യങ്ങൾ എളുപ്പമായി. രാഹുലിനെ അങ്ങ് നിലംപരിശാക്കിയാൽ അത് കോൺഗ്രസിനെ പൂർണ്ണമായി തകർക്കുന്ന തലത്തിൽ 2 തലത്തിൽ എത്തിക്കാമെന്ന കണക്കൂട്ടലാണ്. ഒന്ന്, രാഷ്ട്രീയമായി രാഹുലിനെ പിന്തുണയ്ക്കാൻ വയ്യാത്ത ഘട്ടത്തിൽ കോൺഗ്രസ്സുകാർ തന്നെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചു. കോൺഗ്രസിന് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ഇയാൾ ഒരു MP-യുടെ മകളെ പീഡിപ്പിച്ചു, ഒരു IAS-കാരിയെ പീഡിപ്പിച്ചു എന്നതിൻ്റെ തെളിവുകൾ സതീശൻ്റെ പക്കൽ ഈ IAS-കാരി തന്നെ കൊണ്ടുപോയി കൊടുത്തു. ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കളുടെ മക്കളെ, ഭാര്യമാരെ ഒക്കെ ഇയാൾ ശല്യപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഥകൾ പ്രചരിക്കുക. നമുക്കറിയില്ല ഇതിൻ്റെ വാസ്തവം. ഇവിടെ ഒരു വലിയ ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു. അവർ ഒന്നുകിൽ ഈ പീഡന ആരോപണങ്ങളൊക്കെ തെറ്റാണ്, ശരിയാണ്, രാഹുൽ ഒരു യുവതിയുമായി ബന്ധപ്പെട്ട പീഡനാരോപണം ഉണ്ട്, അത് സർക്കാർ അന്വേഷിക്കട്ടെ, ഇപ്പോൾ കുറ്റാരോപിതനാണ്, അതിലയാൾ തെറ്റ് ചെയ്തെങ്കിൽ അയാൾ ശിക്ഷിക്കട്ടെ, ആർജവത്തോടെ ഒരു നിലപാടെടുക്കാമെന്ന്. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ പെൺവേട്ടക്കാരനായി, ഏറ്റവും വലിയ ലൈംഗിക പീഡകനായി ഈ രാഹുലിനെ കേരളത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ഇതേ കോൺഗ്രസ് നേതാക്കളാണ്. ഇവിടെ ഒരു വൈരുദ്ധ്യം സംഭവിച്ചു. ഒരു വശത്ത് കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ പരിപൂർണമായി തള്ളിക്കളഞ്ഞ് വലിച്ചെറിഞ്ഞപ്പോൾ കോൺഗ്രസ് അനുഭാവികളും സൈബർ ഇടങ്ങളിൽ ഇടതുപക്ഷത്തെ ശക്തമായി എതിർക്കുന്ന വലിയൊരു വിഭാഗം, ഇവരാരും രാഹുലിൻ്റെ സൈബർ ടീം എന്നൊന്നും നമുക്ക് വിശേഷിപ്പിക്കുകയോ, കാരണം ഇത് അലകടൽ പോലെ കിടക്കുകയാണ്. അവരെല്ലാം കൂടെ ഇങ്ങനെ ഇളകി വന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കൊന്നും എന്ത് നിലപാടെടുക്കണമെന്നറിയില്ല. ആ സാഹചര്യം നമ്മുടെ പിണറായി വിജയൻ നല്ല ബുദ്ധിപൂർവമായി അങ്ങ് വിനിയോഗിച്ചു. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇവിടെ വെട്ടിലായി നിൽക്കുന്നത് കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ സംഘടനയുമാണ്. പകരം വെട്ടം സിനിമയിൽ നമ്മൾ കാണുന്നത് പോലെ വളരെ മനോഹരമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് ഉളിയിട്ട്, തമിഴ്നാട് വഴിയാണോ എന്നറിയില്ല, വേറെ ഏതെങ്കിലും അണ്ടർഗ്രൗണ്ട് വഴിയാണോ എന്നറിയില്ല, എന്തായാലും സുരക്ഷിതനായി എങ്ങോട്ടൊക്കെ മുങ്ങി. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇന്നലെ വന്നൊരു വാർത്ത കോയമ്പത്തൂരിൽ ഒരു ഫാം ഹൗസിലുണ്ടെന്നൊക്കെയായിരുന്നു. കേരള പോലീസ് സംഘം അവിടെ എത്തി, അവിടെയെല്ലാം തപ്പിക്കിട്ടിയില്ല. പക്ഷെ പിന്നീട് ഈ CCTV ദൃശ്യങ്ങൾ നോക്കിയാണ് ഇപ്പോൾ പോലീസ് നീങ്ങുന്നത്. ഇയാൾ ഫ്ലാറ്റിൽ നിന്നല്ല മുങ്ങിയത്. കണ്ണാടി എന്ന് പറയുന്ന പാലക്കാടുള്ള ഒരു സ്ഥലത്ത് ഇലക്ഷൻ പ്രചരണത്തിൽ നിൽക്കുമ്പോഴാണ്
മുഖ്യമന്ത്രിയുടെ അടുക്കൽ യുവതി കൊണ്ടുപോയി പരാതി കൊടുത്തിയെന്ന വാർത്ത പ്രചരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇയാൾ അഭിഭാഷകനെ വിളിച്ചു. അഭിഭാഷകൻ ആദ്യം പറഞ്ഞു എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി മുങ്ങുക. അപ്പോൾ തന്നെ ഇയാളുടെ 2 കാറും ഉപേക്ഷിച്ച് ഒരുപക്ഷെ നേരത്തെ ഇത് കരുതിയിരുന്നിരിക്കണം, അല്ല പിന്നെ ഇത്ര പെട്ടെന്ന് ചടുലമായ നീക്കങ്ങൾ ഇയാൾ നടത്തത്തില്ല. അപ്പോൾ 2 കാർ, ഒന്ന് ഫ്ലാറ്റിൽ കിടക്കുന്നു, ഒന്ന് ഓഫീസിൽ കിടക്കുന്നു, 2 ഉപേക്ഷിച്ച് ഒരു കാർ കണ്ണാടിയിലുണ്ടായിരുന്നു, പിന്നെയാണ് തിരിച്ച് ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു ഫോക്സ് വാഗൺ കാറിൽ, ഒരു പോളോ കാറിൽ, ഒരു ചുവന്ന കാറിൽ ഇയാൾ കയറിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യം പോലീസിന് കിട്ടി കണ്ണാടിയിൽ നിന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്. പക്ഷേ ഈ കാർ എങ്ങനെ അവിടെ വന്നു? അത് പാലക്കാട് കാണുന്ന കാറല്ല. അപ്പോൾ ഒരു പക്ഷേ പോലീസിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് തന്നെ രാഹുലിന് നേരത്തെ വിവരം ചോർന്നു കിട്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ അടുക്കൽ യുവതി പരാതി കൊടുക്കുമെന്ന്. അപ്പോൾ തയ്യാറാക്കി നിർത്തിയിരുന്ന ഒരു കാർ എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഈ കാറിൽ കയറി ഇയാൾ സ്ഥലം വിടുന്നു. ഇതൊക്കെ പോലീസിന് CCTVയിൽ കിട്ടുന്നു. കുറച്ച് കിലോമീറ്ററുകൾ ഈ കാർ ഓടുന്നു. പെട്ടെന്ന് ഈ കാർ അപ്രത്യക്ഷമാകുന്നു. ഈ CCTV ക്യാമറകളില്ലാത്ത പ്രദേശത്ത് വെച്ച് കാറിനി കത്തിച്ച് കളഞ്ഞോ, കാർ അപ്രത്യക്ഷമായോ, ഭൂമിക്കടിയിലേക്ക് പോയോ, ഇതൊന്നും അറിയില്ല. പിന്നീട് മറ്റു വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്, ഈ ചുവന്ന കാർ മുന്നോട്ട് പോകുന്നില്ല. ആ പ്രദേശമൊക്കെ പോലീസ് അരിച്ചു പെറുക്കി, പക്ഷെ കാറും കിട്ടിയില്ല, ഇയാളും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ചുവന്ന പോളോ കാർ വഴിക്ക് വെച്ച് ഉപേക്ഷിച്ച് മറ്റൊരു കാറിൽ ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കാം. തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിലേക്കോ അവിടെ നിന്ന് മറ്റ് കോൺഗ്രസിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിലേക്കോ ഇയാൾ കടന്നിരിക്കാം. പക്ഷേ ഇയാളെ കണ്ടാൽ ഈ മലയാളികൾ എല്ലായിടത്തും ഉണ്ട്. തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. ഇയാളുടെ മുഖമൊക്കെ നല്ല പരിചിതമായതുകൊണ്ട്, പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളൊക്കെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ളതുകൊണ്ട് ഇയാൾക്ക് കടന്നു കളയുക അത്ര എളുപ്പമൊന്നുമല്ല. ഇയാൾ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാൽ ഇവർ വിളിച്ച് വിവരം പറയും, പിടികൂടാൻ കഴിയും. ആദ്യഘട്ടത്തിൽ ഇയാളെ പിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ ജാള്യത നികത്താൻ വേണ്ടി തൽക്കാലം കോടതിയിൽ ജാമ്യാപേക്ഷ വരട്ടെ, അത് കഴിഞ്ഞ് അറസ്റ്റൊക്കെ ഉള്ളൂ എന്ന് പ്രചരിപ്പിച്ചു. പക്ഷെ അപ്പോൾ എന്നാൽ എന്നെ പിടിക്കട എന്നുള്ളൊരു മട്ടിൽ സമൂഹ മാധ്യമങ്ങൾ രാഹുലിന് വേണ്ടി അങ്ങ് പരിഹാസം ഈ അന്വേഷണ സംഘത്തിന് നേരെ, സർക്കാരിന് നേരെ ചോദിച്ചപ്പോൾ ഇപ്പോൾ പിടിക്കും എന്ന മട്ടിലാണ് ഇപ്പോൾ അവരുടെ നീക്കം. നമ്മളൊരു തീവ്രവാദിയെ പിടിക്കുന്നതിൽ പോലും ഇത്ര ശുഷ്കാന്തി കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ എല്ലാ ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർക്ക് കർശന നിർദ്ദേശം കൊടുത്തു. സംശയമുള്ള എല്ലായിടങ്ങളും എല്ലാ വാഹനങ്ങളും പരിശോധിക്കുക. രാഹുലിനെ 24 മണിക്കൂറിനകം പൊക്കിയിരിക്കണം. അന്വേഷണ സംഘത്തിലേക്ക് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ, അത് CPM ഇടതുപക്ഷ അനുഭാവികളെ മാത്രമാണ് ഇപ്പോൾ അതിൽ വിനിയോഗിച്ചിരിക്കുന്നത്. ഒറ്റുകൊടുക്കും എന്ന് പേടിയുള്ള ആരെയും ആ പോലീസ് സംഘത്തിലേക്ക് പുതുതായി ചേർക്കുന്നില്ല. ഇതിനിടയിൽ പോലീസ് സംഘത്തിൻ്റെ നീക്കങ്ങളൊക്കെ അപ്പോൾ രാഹുൽ സംഘത്തിന് ചോർത്തിക്കൊടുക്കുന്നു എന്ന സംശയം സർക്കാരിൽ ശക്തമാണ്. അതുകൊണ്ട് ചില പോലീസ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചും രഹസ്യാന്വേഷണ വിഭാഗവും ഒക്കെ വളരെ സജീവമായി നീങ്ങുന്നു. മറുവശത്ത് അത്ഭുതകരമായ ചില വേഗതയാർന്ന നീക്കങ്ങൾ നമ്മൾ കണ്ടു. ഇന്നലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ തിരക്ക് പിടിച്ച് ആ ശബ്ദരേഖകൾ പരിശോധിക്കുന്നു. 65% ശബ്ദരേഖകളും ഇതിനകം തന്നെ അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, അത് ഒറിജിനലാണ്. പക്ഷേ ഇവിടെ ഒറിജിനൽ മെഷീൻ കിട്ടേണ്ടി വരും. അത് ഫോണാണല്ലോ ഇതിൻ്റെ മെയിൻ. അപ്പോൾ അതിജീവിതയുടെ ഫോൺ കിട്ടിയ സ്ഥിതിക്ക് അതിൻ്റെ ഒരു 50% അവർ അച്ചീവ് ചെയ്തു. ഇനി മറുഭാഗത്തെ ഒറിജിനൽ ശബ്ദരേഖ തന്നെയാണോ എന്നറിയണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ ഫോൺ ഇന്നലെ ഒരൊറ്റ ദിവസം മുഴുവൻ രാഹുലിൻ്റെ ഫ്ലാറ്റ് അരിച്ചു പെറുക്കിയിട്ട് ഫോൺ കിട്ടിയില്ല, മറ്റു രേഖകളൊന്നും കിട്ടിയില്ല. കഴിഞ്ഞ 1 മാസത്തെ CCTV ബാക്കപ്പ് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇയാളെ കുരുക്കുന്ന ഒരു തെളിവുകളും കിട്ടുന്നില്ല. അന്വേഷണ സംഘത്തിൻ്റെ ഇതുവരെയുള്ള നീക്കങ്ങൾ പരിശോധിക്കുമ്പോൾ യുവതി പറഞ്ഞ മൊഴിക്കപ്പുറം, യുവതി കൊടുത്ത തെളിവുകൾക്കപ്പുറം രാഹുലിനെ കൊടുക്കാനുള്ള സംവിധാനങ്ങളൊന്നും റെഡിയാകുന്നില്ല. രാഹുൽ ഇങ്ങനെ ഓട്ടം തുടരുകയാണ്, അല്ലെങ്കിൽ ഏതോ ഒളിത്താവളത്തിൽ ഒളിച്ചിരിക്കുന്നു. രാഹുലിനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് തൽക്കാലം പിടികൊടുക്കണോ വേണ്ടോ, ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് വരെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇങ്ങനെ നിലനിർത്തുകയാണ് ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഭൂമി കുലുക്കുന്ന ഒരു നോട്ടീസാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് EDയുടെ. അതുപോലും ചർച്ചയാവാതെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തിരിച്ചിരിക്കുന്നു. രാഹുൽ ഈശ്വർ രാഹുലിന് വേണ്ടി ശബ്ദമുയർത്തി അയാളെ ചുമന്നുകൊണ്ട് അയാളുടെ വീട്ടിൽ പോകുന്നു, തെളിവെടുപ്പ് നടത്തുന്നു. കേരളത്തിൽ ഇതുപോലൊരു മഹാപ്രശ്നം ഉയർന്നിട്ടില്ല എന്ന തലത്തിൽ ഏറ്റവും രൂക്ഷമായ തലത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. മുൻപ് വേടൻ പീഡിപ്പിച്ചു എന്ന പേരിൽ ഒരു 3 യുവതികൾ കേസ് കൊടുത്തിരുന്നു. അവരുടെ കാര്യം എന്തായി? അവർ മുഖ്യമന്ത്രിയുടെ അടുക്കലാണ് പരാതി കൊടുത്തതെന്ന് നമ്മൾ അറിഞ്ഞു. പക്ഷേ ഏതോ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തു എന്നല്ലാതെ ആ യുവതികൾക്ക് വേണ്ടി ഇത്ര കാടടച്ചുള്ള ഒരു അന്വേഷണം നടന്നു. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നത് ഇതുകൊണ്ടാണ്.
നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ നമുക്ക് ഒരു കാരണവശാലും അനുകൂലിക്കാൻ കഴിയില്ല. കാരണം അയാൾ ചെയ്തത് വളരെ സദാചാര വിരുദ്ധമായ കാര്യങ്ങളാണ്. നിയമം അയാളെ ശിക്ഷിക്കുമോ ഇല്ലയോ എന്നത് അവിടെ നിൽക്കട്ടെ. അയാളൊരു പൊതുപ്രവർത്തകനാണ്, മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ട ആളാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും അത് കോൺഗ്രസിനെ ബാധിക്കുമോ? തീർച്ചയായിട്ടും രാഹുലിനെ പിടിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിൽ ഇത് നിഴലിക്കും. എത്രത്തോളം എന്ന കാര്യത്തിൽ നമുക്ക് ഒരു രൂപരേഖയില്ല. കാരണം രാഹുലിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ രാഹുൽ ചെയ്തത് അധാർമികമായി എന്ന് പറയുന്നവരുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? കോൺഗ്രസിൻ്റെ അധാർമികത അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ സദാചാരം അവർ തന്നെ വിളമ്പി സമൂഹ മാധ്യമങ്ങളിലിടുന്നു. രാഹുലിനെ എതിർക്കാൻ ഇറങ്ങിയ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പഴയ മട്ടാഞ്ചേരി സംഭവം അതിപ്പോൾ പച്ചയ്ക്ക് ആളുകൾ എടുത്തിട്ട് കത്തിക്കുക, അയാളുടെ ഫോട്ടോ സഹിതം. രാഹുലിനെ എതിർക്കാൻ ഇറങ്ങിയ നമുക്കറിയാം നിരവധി നേതാക്കളുടെ ചരിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ചറപറാന്ന് കളിക്കുകയാണ്. അത് ഏറ്റവും മ്ലേച്ഛമായ തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് ഇപ്പോൾ ഒളിവിൽ പോകുന്നതിന് മുൻപ് ചില കഥകളൊക്കെ പറയുമായിരുന്നു. ഞാൻ ഈ കോൺഗ്രസ് നേതാക്കളുടെ പഴയകാല ചെയ്തികളൊക്കെ വെച്ച് നോക്കിയാൽ വലിയ ശിശുവാണ്, പഴയ നേതാക്കളൊക്കെ വലിയ താപ്പാനകൾ ഇക്കാര്യത്തിൽ എന്ന് രാഹുൽ തന്നെ തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് പറയാറുണ്ട്. പ്രത്യേകിച്ച് MLA ഹോസ്റ്റലിലൊക്കെ നടക്കുന്ന ഒരുപാട് ഈ അഭിഹിതങ്ങളുടെ കഥ ഈ കോൺഗ്രസ് പ്രവർത്തകരിലും ഈ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിലും ഒക്കെ പാട്ടാണ്. അപ്പോൾ ഈ കഥയിൻ്റെ ചെരുവിലും മറവിലും ഓഫീസ് ഡെസ്കിൻ്റെ മറവിലുമൊക്കെ വലിയ വലിയ നേതാക്കളുടെ കുസൃതികൾ, അതൊക്കെ അവിടെ അങ്ങാടിപ്പാട്ടാണ്. ഇതൊക്കെ കോൺഗ്രസ്സുകാർ തന്നെ എടുത്ത് പച്ചയ്ക്ക് പല്ലിൽ കുത്തി മണപ്പിക്കുക. അന്ന് മൊബൈൽ ഫോണുകളും ഇത്രയധികം ഡിജിറ്റൽ സംവിധാനങ്ങളും CCTV ഒന്നും ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പുതുതലമുറ പറയുന്നു. പഴയ തലമുറ പുതുതലമുറയുടെ സദാചാരം ചോദ്യം ചെയ്യുന്നു. പക്ഷെ ഇവിടെ അതിശയിപ്പിക്കുന്നത് രാഹുലിന് കിട്ടുന്ന പിന്തുണയാണ്. രാഹുലിന് ഇത്രയധികം പിന്തുണ കിട്ടുന്നത് നമുക്കറിയാം എന്തുകൊണ്ടാണ് എന്ന്. കാരണം ഇവിടെ ഇരയാക്കപ്പെട്ട അതിജീവിതയെക്കുറിച്ചുള്ള ചില സംശയങ്ങളാണ്. അവരൊരു വിവാഹിതയാണ് എന്ന കാരണം, പിന്നീട് ചതിക്കപ്പെട്ടു എന്ന് അതിജീവിത പറയുമ്പോൾ എത്രത്തോളം എന്ന സംശയം സാധാരണ ആളുകളിലുണ്ട്. പക്ഷേ ഇത് കോൺഗ്രസിന്, നമ്മൾ പോയിന്റിലേക്ക് വന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പരീക്ഷണ ഘട്ടമാണ്. കാരണം കോൺഗ്രസിൻ്റെ നിലപാട് ഏറെക്കുറെ വ്യക്തമാണ്. പൂർണ്ണമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ തങ്ങൾ പ്രതികരിക്കേണ്ടതില്ല. ഇതിൽ യാതൊരു വിധത്തിലും രാഹുലിനെ അനുകൂലിക്കേണ്ടതില്ല. സോഷ്യൽ മീഡിയയിലടക്കം നമ്മൾ കമന്റുകൾ നോക്കുമ്പം ജനം പറയുന്നത് വേറെ ഒരു വാർത്തയും ഇല്ലേ, രാവിലെ മുതൽ ഇത് തന്നെ ഉള്ളൂ വാർത്ത, എന്തെല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളൊക്കെ ചെയ്യേണ്ടുന്ന ഈ സന്ദർഭത്തിൽ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ ശബരിമല വിഷയം ഉൾപ്പെടെ ഇപ്പോൾ വന്നിരിക്കുന്ന ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും മറഞ്ഞു പോകുന്നു അല്ലേ? രാഷ്ട്രീയപരമായിട്ടുള്ള ആശയ പോരാട്ടത്തിനപ്പുറം ഒരു പെൺവിഷയത്തിലേക്ക് പോകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പെൺവിഷയമാണെങ്കിൽ മറ്റു പാർട്ടിക്ക് ED ആണ് എന്നുള്ള തരത്തിലുള്ള നിരവധി കമന്റുകൾ വരുന്നു. അപ്പം ചാനൽ തുറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായം. ശരിക്കും ജനവും വെറുത്തുപോയില്ലേ ഈ അല്ല, ഇവിടെ വേറൊരു കാര്യമുണ്ട്. ആരാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ വലിയ പ്രതിഷേധവും പ്രതിരോധവും തീർക്കേണ്ടത്? വലിയ സമരങ്ങൾക്ക് ആരാണ് നേതൃത്വം കൊടുക്കേണ്ടത്? ഇവിടെയുള്ള UDF സംവിധാനമല്ലേ? അവർക്ക് അക്കാര്യത്തിൽ വീഴ്ച പറ്റുന്നു എന്നത് വ്യക്തമല്ലേ? അവർ ഉയർത്തിക്കൊണ്ട് വരേണ്ട പ്രശ്നങ്ങൾ മാധ്യമങ്ങളെ ആശ്രയിച്ച് മാത്രം നിൽക്കാൻ അവർ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ അവർ ആഗ്രഹിക്കരുത്. അവരതിൽ വീഴ്ച വരുത്തുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ ഇവിടെ കടന്നു കളിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് പിന്നാലെയുള്ള ഈ പരക്കം പാച്ചിൽ, രാഹുലിനെക്കുറിച്ച് അനുദിനം പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകൾ, രാഹുലിനെ പിന്തുണച്ചവരെ ഒന്നൊന്നായി ജയിലറയ്ക്കുള്ളിലേക്ക് ആക്കാനുള്ള വ്യഗ്രത, അവരെയും ചുമന്നുകൊണ്ട് വാർത്താമാധ്യമങ്ങളിൽ നിറയാനുള്ള വ്യഗ്രത. അപ്പോൾ മറ്റു വാർത്തകൾ പരമാവധി ഒഴിവാക്കുക. അതിനുവേണ്ടി വളരെ ഡിസൈൻഡ് തലത്തിൽ ഇതിനെയെല്ലാം ഉപയോഗിക്കുന്ന ഒരു സർക്കാർ തന്ത്രമാണ് നമ്മൾ കാണുന്നത്. ഇതിനെ പ്രതിരോധിക്കേണ്ടതാരാ? പ്രതിപക്ഷമല്ലേ? പക്ഷേ ഇവിടെ സർക്കാരിന് പിന്നാലെ പായുകയാണ്. രാഹുലിനെ വീണ്ടും അവർ തെറി പറയുകയാണ്. കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ് രാഹുൽ ഞങ്ങൾ വിട്ട കേസാണ് എന്ന് പറഞ്ഞ് ആദ്യമേ തടി ഊരാമായിരുന്നു. അവിടെയാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവർ, K മുരളീധരനെ പോലെയുള്ളവർ വീണ്ടും വീണ്ടും രാഹുലിനെ അധിക്ഷേപിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ രാഹുലിനെ രാഷ്ട്രീയമായാണ് വേട്ടയാടുന്നത് എന്ന് തിരിച്ചറിഞ്ഞ പൊതുബോധം ഇവർക്കെതിരെ പ്രതികരിക്കും. അതല്ലാണ്ട് ഇത് രാഹുൽ ബ്രിഗേഡോ സൈബർ മീഡിയ സെല്ലോ ഒന്നുമല്ല. ഇവർ കരുതുന്ന പോലെ ഇതൊരു ആസൂത്രിത PR വർക്കൊന്നുമല്ല. ഇതൊരു സാധാരണ ജനങ്ങളുടെ പ്രതികരണമാണ്. അതിനെതിരെ വീണ്ടും പ്രതികരിച്ച് അവൻ്റെ എല്ലാ ചരിത്രവും പറയാം. ഇത് ഒറ്റ കേസല്ലേ പുറത്തു വന്നുള്ളൂ,
100 കേസ് പച്ചയ്ക്ക് ഞാനങ്ങ് പറയും. മുകേഷിന്റെ ഒക്കെ കാര്യം വന്നപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന സംഭവമല്ലേ, അത് ആരോപണ വിധേയം മാത്രമാണല്ലോ. എന്നാൽ CPM-ന്റെ ഓരോ കാര്യങ്ങളും, ഓരോ മുകേഷിന്റെ മാത്രമല്ല കടകംപള്ളിയുടെ ഉൾപ്പെടെയുള്ള പല പെൺവിഷയ കേസുകളും വരുമ്പോൾ അവർ തടിതപ്പുന്ന ഒരു രീതിയുണ്ട്. അത്രയും ഒന്നും ചെയ്തില്ലെങ്കിൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടെങ്കിലും, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടെങ്കിലും, ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടെങ്കിലും കോൺഗ്രസ് കുറച്ച് ബുദ്ധിപൂർവ്വം നേതാക്കന്മാരൊക്കെ ഒന്ന് പ്രവർത്തിച്ചു. ഇതില് രാഹുലും കോൺഗ്രസിനെ വെട്ടിലാക്കി. രാഹുല് ആദ്യ ആരോപണങ്ങൾക്ക് ശേഷം പിന്നീട് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഇയാൾ പാലക്കാട്ടേക്ക് എത്തുന്നു, അവിടെ വീടാന്തരം കയറുന്നു, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്. ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയത് മാത്രമല്ല, രഹസ്യമായിട്ടും ചെയ്യാമായിരുന്നു. ഇയാൾ എന്താ ചെയ്യുന്നത്? ഇയാളുടെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് ഇതെല്ലാം മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു, ഫേസ്ബുക്കിലിടുന്നു, എന്നിട്ട് പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു, സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. ആത്യന്തികമായി ഇരയെ കുത്തിയിളക്കുന്ന തലത്തിലായി ഇത് ചെന്ന് അവസാനിച്ചത്. കാരണം വീണ്ടും രാഹുൽ ചർച്ചയായപ്പോൾ നമുക്കറിയാം, രാഹുൽ ഈശ്വറും ദീപ ജോസഫും പിന്നെ രാഹുൽ അവിടെ ബ്രിഗേഡ് നമുക്ക് പറയണം, അവരൊക്കെ കളത്തിലിറങ്ങി ഇരയെ വെല്ലുവിളിച്ചു. അത് വളരെ വാസ്തവമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അതിനൊരു ന്യായം പറയുന്നത് ഇര ഒളിച്ചിരിക്കുന്ന ഇരയായിരുന്നു, അത് എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് വരാം. വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഒരു 3 മാസം മുൻപ് ഇര രംഗപ്രവേശം ചെയ്താൽ ഇയാളുടെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി അടഞ്ഞു പോകും. അതുകൊണ്ട് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇരയെ കുത്തി പുറത്തേക്ക് ഇടുന്നതാണ് ബുദ്ധിയെന്ന് രാഹുൽ ചിന്തിച്ചു. അതുകൊണ്ടാണ് ഇരയെ പ്രകോപിപ്പിച്ചതെന്നൊക്കെ ഒരു വാദം ചിലർ ഉയർത്തുന്നുണ്ട്. ആ വാദം നമുക്ക് യുക്തിഭദ്രമായി കാണാൻ കഴിയില്ല. പക്ഷേ ആ വാദവും നമുക്ക് തള്ളിക്കളയേണ്ടതില്ല. ഇവിടെ രാഹുൽ തന്നെയാണ് ഇരയെ പെട്ടെന്ന് കുത്തിയിളക്കി പുറത്തേക്കിട്ടത്. ഇനി അത് നേരിടാനുള്ള ഒരു ഉത്തരവാദിത്വം രാഹുലിനുണ്ട്. പക്ഷെ അവിടെ ബലി കൊടുക്കേണ്ടി വരുന്നത് കോൺഗ്രസ് എന്ന സംഘടനയാണ്, അത് ഓർമ്മ വേണം. പക്ഷെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് CPM-നോടുള്ളൊരു വിരോധമുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPM അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ ഒരു പല ചെയ്തികൾക്കും ജനത്തിന് ഒരു വിരോധമുണ്ട്. ഒരു പക്ഷേ CPM-നകത്ത് തന്നെ ഉള്ള അനുഭാവികൾക്ക് പിണറായി സർക്കാരിനോടൊരു വിരോധമുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ കോൺഗ്രസിന് അനുകൂലമായി വന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ രാഹുലിൻ്റെ വിഷയം വരുന്നത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം ബാധിക്കും എന്നുള്ളത്, രാഹുൽ എന്ന് പറയുന്നത് ചെയ്യാവുന്ന, കോൺഗ്രസ് പാർട്ടി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. പാർട്ടിക്കകത്തുനിന്ന് പുറത്താക്കി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി. രാഹുൽ വിഷയം എന്ത് തന്നെയായാലും പാർട്ടിയെ അത് ബാധിക്കില്ല എന്ന് നേതാക്കന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ജനം നേരിടുന്നത് ഒരുപക്ഷെ രാഹുലിന്റെ ഉള്ള ഒരു സപ്പോർട്ട് മാത്രമല്ല കോൺഗ്രസിനും, മാത്രമല്ല പിണറായി സർക്കാരിനോടുള്ള ഒരു എതിർപ്പ് കൂടിയല്ലേ? അല്ല, നമുക്ക് മറിച്ച് മറ്റൊരു തലത്തിൽ ഇതിനെ കാണാം. ഇതൊരു ബുമറാങ് പോലെ സർക്കാരിന് തന്നെ തിരിച്ചടിയാകുമോ? അത് നമുക്ക് പറയുക വയ്യ. കാരണം പഴയ സരിത കേസ് മുതൽ പലതും നമുക്കറിയാം. അതുകൊണ്ട് ഇത് ആത്യന്തികമായി സർക്കാരിന് ഒരു തിരിച്ചടിയാകുമോ എന്ന കാര്യത്തിൽ അത് പക്ഷേ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഒരു പൊതുബോധം എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങളുടെ വാർത്തയും മാധ്യമങ്ങളുടെ ഒരു പ്രതികരണത്തിലുമാണ്. അവർ എന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള എതിർപ്പ് സർക്കാരിനുള്ളൊരു അംഗീകാരമായി ജനങ്ങൾ തെറ്റിദ്ധരിക്കും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ നടക്കുന്ന പോലീസ്, രാഹുലിനെതിരെ നിയമ നടപടികളെടുക്കുന്ന സർക്കാർ, ആ സർക്കാരിന് പിന്തുണ നൽകുന്ന മാധ്യമങ്ങൾ ഇപ്പോൾ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന പേരിൽ 4 പേർക്കെതിരെ കേസ്, 5 പ്രതികളുണ്ടെങ്കിലും 4 പേർക്കെതിരെ കേസ്. അപ്പോൾ അതിനെതിരെ കട്ടയ്ക്ക് നിൽക്കുന്ന മാപ്രകൾ. അപ്പോൾ നമുക്ക് ഈ മാധ്യമങ്ങളുടെ നിലപാടിൻ്റെ ഒറ്റ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പൊതുബോധം അളക്കാൻ കഴിയില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ജനങ്ങളുടെ മനസ്സിലെന്ന്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ജനം ഉറ്റുനോക്കുന്ന പാലക്കാടുള്ള വിജയമാണോ പരാജയമൊക്കെ ആയിരിക്കും അല്ലേ? അല്ല, പാലക്കാട് നമുക്കിപ്പോൾ കൗണ്ട് ചെയ്യേണ്ടതില്ല. കാരണം പാലക്കാട് രാഹുലിന് അത്ര എതിർപ്പുണ്ടായിരുന്നില്ല അയാൾ പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ. പക്ഷെ ഇപ്പോൾ ഒരുപാട് കലങ്ങി മറിഞ്ഞിരിക്കുന്നു രാഹുലിൻ്റെ ഈ ഇടപെടലുകൾ, രാഹുലിൻ്റെ ഈ പീഡന പർവ്വത്തിലെ കഥകൾ. ഇതൊക്കെ പലരുടെയും ഒരു സാമാന്യബോധത്തെ ചോദ്യം ചെയ്യുന്നതാണ്. രാഹുലിനെ മാത്രമല്ല, ഇരയുടെ ഒരു നീക്കങ്ങളും ഒരു സാമാന്യബോധത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ഇതൊക്കെ എങ്ങനെ ആത്യന്തികമായി ഭവിക്കും എന്ന് ഇപ്പോൾ പ്രവചിക്കുക വയ്യ. പക്ഷേ സർക്കാരിനെതിരെ ഇതൊക്കെ സർക്കാർ ആസൂത്രിതമായി നടത്തുന്ന ഒരു വേട്ടയാടലാണ് എന്ന ഒരു പൊതുബോധം ജനങ്ങൾക്കിടയിലുണ്ട്. അത് രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ടല്ല നമ്മൾ പറയുന്നത്. ഇതൊരു ആത്യന്തികമായ രാഷ്ട്രീയ വേട്ട തന്നെയാണ്, കടുത്ത രാഷ്ട്രീയ വേട്ടയാണ്. എപ്പോഴും വേട്ടയുടെ വ്യാപ്തിയും ആഴവും കൂടുമ്പോൾ, അതിൻ്റെ ശക്തി കൂടുമ്പോൾ പൊതുബോധത്തിൻ്റെ എതിർപ്പ് അത് ശക്തമാകും. അത് നമുക്ക് തെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്ന് കാണാം. ഏതായാലും നമുക്കും 3-ാം തീയതി വരെ കാത്തിരുന്ന് കാരണം രാഹുലിന് ജാമ്യം കിട്ടുമോ എന്നുള്ളത്. നിലവിൽ കിട്ടിയില്ലെങ്കിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതി വരെ പോകുമെന്ന രാഹുൽ
ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഏതായാലും ജാമ്യം കിട്ടിയില്ലെങ്കിലും വിജയിച്ച് വരുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ കോൺഗ്രസ്സുകാർ പറയുന്നത് വിജയം എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അതെ അതെ, അയാൾ വിജയിക്കാതിരിക്കുക ചെയ്യട്ടെ. പക്ഷെ ഏതായാലും രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്തത്. പക്ഷെ രാഷ്ട്രീയപരമായി ഇത്തരം സംഭവങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനെ എതിർക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.